എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഒന്നാം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ admission.kannur.university.ac.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ 12-ാം തീയതി, അതായത് ഈ ഒരു ജൂൺ 12-ാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ ഫീസ് ഓൺലൈനായിട്ട്, അതായത് SBE പേ വഴി മാത്രം നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ പ്രവേശനത്തിന് ഹാജരാവേണ്ടതില്ല. മറ്റു രീതിയിൽ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫീസുകൾ, അതായത് ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. ഫീസ് അടക്കാത്തവർക്ക് അല്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാവുകയും തുടർന്നുള്ള അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താവുകയും ചെയ്യുന്നതാണ്. അഡ്മിഷൻ ഫീസ് ജനറൽ വിഭാഗത്തിന് 990 രൂപയും SC/ST വിഭാഗത്തിന് 925 രൂപയുമാണ് വരിക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് പേ ഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താണ് ഫീസ് അടയ്ക്കേണ്ടത്. വിദ്യാർത്ഥികൾ അഡ്മിഷൻ ഫീസ് വിവരങ്ങൾ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. അഡ്മിഷൻ ഫീസ് അടക്കാതെ അപേക്ഷകരുടെ അലോട്ട്മെൻറ്റ് റദ്ദാകുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ യാതൊരു കാരണവശാലും അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ സംതൃപ്തരല്ലെങ്കിൽ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അതിനായി അഡ്മിഷൻ ഫീസ് യഥാക്രമം അടയ്ക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച അപേക്ഷകർ നിങ്ങളുടെ ഫീസ്, അതായത് നിങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ സംതൃപ്തരാണ് എങ്കിൽ അഡ്മിഷൻ ഫീസ് അടച്ച ശേഷം അവരുടെ ഹയർ ഓപ്ഷൻസ് 12-ാം തീയതിക്കുള്ളിൽ നീക്കം ചെയ്യണം. ഇപ്രകാരം സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് റദ്ദ് ചെയ്ത ഹയർ ഓപ്ഷൻസ് ഒരു കാരണവശാലും പിന്നീട് പുനഃസ്ഥാപിച്ച് കൊടുക്കുന്നതായിരിക്കില്ല. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന അപേക്ഷകരെ അടുത്ത അലോട്ട്മെൻറ്റിൽ ആ ഓപ്ഷനുകളിലേക്ക് പരിഗണിക്കുന്നതും എന്നാൽ പുതിയ അലോട്ട്മെൻറ്റ് നിർബന്ധമായിട്ടും സ്വീകരിക്കേണ്ടതാണ്. രണ്ടാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 14-ാം തീയതിയാണ്. കോളേജ് പ്രവേശനം, അപ്പോൾ ഒന്നാം അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവരുന്ന സീറ്റുകളിലേക്ക് രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് നടത്തുന്നതാണ്. 1-2 അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഈ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് കോളേജുകളിൽ, അതായത് കോളേജുകളിൽ അഡ്മിഷന് വേണ്ടി ഹാജരാവേണ്ടതാണ്. അഡ്മിഷൻ ഷെഡ്യൂൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ എവിടെയാണ് എന്നുള്ളത് കണ്ടിട്ടില്ല. അപ്പോൾ അഡ്മിഷൻ ലഭിച്ചവർക്ക് കോളേജുകളിൽ ഹാജരാകുന്നതിനുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം മാത്രം വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാകുന്നതാണ്. അലോട്ട്മെൻറ്റ് മെമ്മോയോടൊപ്പം താഴെ കൊടുത്തിരിക്കുന്ന രേഖകളും പ്രവേശന സമയത്ത് അതത് കോളേജുകളിൽ ഹാജരാക്കേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ രജിസ്ട്രേഷൻ ഫീസ്, അഡ്മിഷൻ ഫീസ് എന്നിവ ഓൺലൈനായി അടച്ച രസീതിൻ്റെ പ്രിൻ്റ് ഔട്ട്, യോഗ്യതാ പരീക്ഷയുടെ അസൽ മാർക്ക് ലിസ്റ്റ്, ജനനത്തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അസൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, SC/ST വിഭാഗക്കാർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ബാക്കിയുള്ളവർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റുമാണ് ആവശ്യമായിട്ട് വരിക. അപ്പോൾ കമ്മ്യൂണിറ്റി ഓർ കാസ്റ്റ് തെളിയിക്കുന്നതിനായിട്ടുള്ള ഏതെങ്കിലും വിദ്യാഭ്യാസ രേഖ OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ EWS വിഭാഗത്തിലാണെങ്കിൽ അതായത് ആ ഒരു കാറ്റഗറി തെളിയിക്കാനായിട്ടുള്ള ആ ഒരു EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഒറിജിനൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതായത് SC/BC വിഭാഗക്കാർക്ക്. അപ്പോൾ ഈ ഒരു ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ HSC, VHSC, TSSLC, CBSE, ICSE, NIOS, കേരള +2 തുല്യതാ പരീക്ഷ എന്നിവ ഒഴികെ മറ്റ് ബോർഡുകളിൽ നിന്നും യോഗ്യതാ പരീക്ഷ പാസ്സായവർക്ക് കണ്ണൂർ സർവകലാശാലയുടെ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. നേറ്റിവിറ്റി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും രേഖ, അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, ഫീസ് അടച്ച വിവരങ്ങൾ അടങ്ങിയ പ്രിൻ്റ് ഔട്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ചതിൻ്റെ വിവരങ്ങൾ അടങ്ങിയ പ്രിൻ്റ് ഔട്ട് കൈവശം സൂക്ഷിക്കേണ്ടതാണ്. ഈ ഒരു പ്രിൻ്റ് ഔട്ട് അഡ്മിഷൻ ടൈമിൽ കോളേജിൽ ഹാജരാവേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്പേഴ്സിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഈ ഒരു ഇമെയിൽ ID-യിലോ നിങ്ങൾക്ക് ആ ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.